Hey guys, welcome back. Guys, ഇന്ന് നമ്മൾ മേക്കിംഗ് വീഡിയോ ഒന്നല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു അൺബോക്സിംഗ് പോലത്തെ ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ മാസം ക്രിയാലിറ്റി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, "Yo man, you wanna try out one of our printers?" And I'm like, "Yeah man, send it." Guys, അങ്ങനെ നമുക്കൊരു 3D പ്രിൻ്റർ ക്രിയാലിറ്റി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് പ്രിൻ്ററാണെന്ന് കാണണ്ടേ? അടുത്തുണ്ട് വരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ 3D പ്രിൻ്റർ. ഇതൊരു Ender 3 Max എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ ഇത് കൂടാണ്ട് 2 3D പ്രിൻ്റർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഗൈസ്, ഇതൊരു നോർമൽ Ender 3 ആണ്. ഗൈസ്, അപ്പോൾ ഇത് Ender 6 എന്ന് പറഞ്ഞ മോഡലാണ്. ഇനി ഞാനിതെല്ലാനും അൺബോക്സ് ചെയ്ത് സെറ്റാക്കി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതെന്തായാലും അസംബിൾ ചെയ്യണതൊന്നും ഞാനിപ്പോൾ വീഡിയോ കാണിക്കണില്ല. അത് ഭയങ്കര ലെങ്തി ആയിരിക്കും, പിന്നെ ഭയങ്കര ബോറിംഗ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാനിതെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വരാം. ഗൈസ്, അപ്പോൾ 3D പ്രിൻറ്റേഴ്സ് എല്ലാവരും അസംബിൾ ചെയ്ത് സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ പ്രിൻറ്റേഴ്സ് എല്ലാവരും പാർട്സ് ആയിട്ടായിരിക്കും ബോക്സിൽ വരുന്നത്. നമ്മൾ അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ പ്രിൻറ്റേഴ്സിൻ്റെ ഒപ്പം ബോക്സിൽ ഇതുപോലത്തെ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഗൈസ്, അപ്പോൾ ഇതാണ് Ender 6, ഇതാണ് Ender 3 Max, പിന്നെ ഇതാണ് Ender 3. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റോക്ക് ഫോമിലല്ല, അതായത് ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഞാനിങ്ങനെ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയെന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ 2 പ്രിൻ്ററും കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഫോമിലാണ്, വേറെ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. ഗൈസ്, അപ്പോൾ ഈ പ്രിൻറ്റേഴ്സിൽ ഏറ്റവും ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്നത് Ender 3 Max ആണ്. അതായത് ഏകദേശം ഒരു 94% അസംബിൾഡ് ആയിരിക്കുള്ളൂ. അതായത് ഇപ്പോൾ 2 പീസായിട്ടായിരിക്കും വന്നത്. അത് ഇതിനകത്ത് ഇറക്കി വെക്കുക, 2 സൈഡിൽ 2 സ്ക്രൂ ചെയ്യുക, പവർ സപ്ലൈ സ്ക്രൂ ചെയ്യുക, പിന്നെ ഈ ഡിസ്പ്ലേ സ്ക്രൂ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ ഏകദേശം ഒരു 10 മിനിറ്റ് താഴെ എടുക്കുള്ളൂ, അത്രയ്ക്കും എളുപ്പമാണ്. അടുത്തത് Ender 3 ആണ്. ഇത് ഏകദേശം ഒരു 75% അസംബിൾഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ ഏകദേശം ഒരു 30 മിനിറ്റ് അത്രയും ടൈമോളം എടുക്കും. പിന്നെ അടുത്തത് Ender 6 ആണ്. ഇത് കുറച്ചുകൂടി കൂടുതൽ അസംബിൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ എനിക്ക് ഏകദേശം ഒരു മണിക്കൂറോളം എടുത്ത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മാക്സിമം പ്രിൻറ്റ് വോളിയമാണ്. അതായത് ഇതിനകത്ത് ഏറ്റവും കുറവ് പ്രിൻ്റ് വോളിയം ഉള്ളത് Ender 3-ക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 220x220x250 ആണ്. പിന്നെ ഇതിലും കൂടുതലായിട്ടുള്ളത് Ender 6-നാണ്. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് വോളിയം 250x250x400 mm ആണ്. പിന്നെ ഇതിൽ ഏറ്റവും ലാർജർ സൈസ് Ender 3 Max-നാണ്, അതായത് 300x300x340 mm ആണ്. പിന്നെ ഈ Ender 3-യും Ender 3 Max-ഉം കാർട്ടീഷ്യൻ സ്റ്റൈൽ 3D പ്രിൻ്ററാണ്. പിന്നെ Ender 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Core XY 3D പ്രിൻ്ററാണ്. ഈ കാർട്ടീഷ്യൻ സ്റ്റൈൽ 3D പ്രിൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സെപ്പറേറ്റ് സ്റ്റെപ്പർ മോട്ടറും സെപ്പറേറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ ഇതിനകത്ത് ഹോട്ട് എൻഡ് ആണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആയിട്ട് ഇതിൻ്റെ ബേസാണ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് കുറച്ച് ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈ സ്പീഡിൽ 3D പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഹൈ സ്പീഡിൽ 3D പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബെൽറ്റ് ചെറുതായിട്ട് സ്ട്രെച്ച് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ 3D പ്രിൻ്റ് ചെയ്യണ ഒബ്ജക്റ്റിന് ക്വാളിറ്റി ഭയങ്കര കുറയും. ഈ Ender 6 Core XY പ്രിൻ്റർ ആയതുകൊണ്ട് നല്ല സ്പീഡിൽ പ്രിൻ്റ് ചെയ്യുക. അതായത് ഇത് ഫുള്ള് ഒരു ഒറ്റ ബെൽറ്റിലാണ് ഇത് റൺ ചെയ്യണത്. ഇപ്പോൾ ഈ വൈ ആക്സിസ് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ 2 സ്റ്റെപ്പർ മോട്ടറും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താലാണ് വൈ ആക്സിസ് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഡയഗണലായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വൈ ആക്സിസിൻ്റെ ഈ ക്യാരേജും ഈ ഹോട്ട് എൻഡ് മാത്രം മൂവ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹൈ സ്പീഡിൽ നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇത് ഫുള്ള് ഡിസൈൻ ചെയ്തേക്കുന്ന സ്പീഡിന് വേണ്ടിയിട്ടാണ്. അതായത് ഇതിൻ്റെ ബെൽറ്റ് സ്ട്രെച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടി വിഡ്ത്ത് കൂടിയ ബെൽറ്റൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കണത്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രൂഡറിന് വേണ്ടിയിട്ട് ഹൈ ടോർക്ക് കൂടിയ സ്റ്റെപ്പർ മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ ഇത് Core XY 3D പ്രിൻ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ ബിൽ പ്ലേറ്റ് മൂവ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഈ ഹോട്ട് എൻഡ് 2 സൈഡിലേക്കും മൂവ് ആയിക്കോളും. പിന്നെ Ender 3-ക്ക് ഗ്ലാസ് വന്നില്ല. ഇതൊരു ഫൈബർ ഇതായിട്ടുള്ളൊരു സംഭവമാണ്. ഇതത്ര നല്ലതല്ല, ഇത് കുറച്ച് ടഫാണ് ഇതിൽ പ്രിൻ്റൊക്കെ പറിച്ചെടുക്കാനായിട്ട്. പക്ഷേ Ender 3 Max-ലും Ender 6-ലും വരുന്നത് ഗ്ലാസ് ബെഡാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ഇത് സ്റ്റിക്കായിട്ടിരിക്കും, അതായത് ഒട്ടിപ്പിടിച്ചിരിക്കും. ചൂടാറി കഴിയുമ്പോൾ അത് തന്നെ റിലീസാവും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അതുകൊണ്ട്
നമ്മൾ വേറെ കുത്തിപ്പറിച്ച അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ എൻഡർ 6നും അതേപോലെ തന്നെ സെയിം ഗ്ലാസ് ബെഡാണ് വരുന്നത്. കേസ് അപ്പോൾ നിങ്ങൾ എൻഡർ 3 ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ് ഇതിൻ്റെ ഗ്ലാസ് ബെഡ്. അതായത് ഈ ക്രിയാലിറ്റിയുടെ തന്നെ ഗ്ലാസ് ബെഡ് ഇപ്പോൾ അവൈലബിൾ ആണ് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഗ്ലാസ് ബെഡ് വാങ്ങിയിടുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസാണ്. അതായത് എൻഡർ 3 ആണ് ഇതിനകത്ത് ഏറ്റവും ചീപ്പസ്റ്റ്. അതായത് 13,000 ഇതിൻ്റെ റേറ്റ്. പിന്നെ എൻഡർ 3 മാക്സിൻ്റെ വില 27,000 രൂപയാണ്. പിന്നെ എൻഡർ 6ൻ്റെ വില 42,000 രൂപയാണ്. അത് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസാണ് കേട്ടോ. ഇതിപ്പോൾ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ആ സമയത്തുള്ള പ്രൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഓരോ പ്രിൻ്ററിലും സെയിം മോഡൽ 3D പ്രിൻ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 3 പ്രിൻ്ററിലും സെയിം മോഡൽ 3D പ്രിൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ 3 പ്രിൻ്ററിലും ഏകദേശം സെയിം ക്വാളിറ്റി തന്നെയാണ് വന്നേക്കണത്. പിന്നെ എൻഡർ 3 മാക്സിൽ പ്രിൻ്റ് ചെയ്തതിൽ കുറച്ച് സ്ട്രിങ്ങിങ് വന്നിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കാരണമാണ്. ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ കുറച്ച് കൂടിപ്പോയി. ഇനി ഞാനിതെല്ലാം ഷോർട്ടാക്കി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇതിനകത്ത് ഏത് പ്രിൻ്ററാണ് നിങ്ങൾക്ക് പറ്റിയതെന്നുള്ളത്. അപ്പോൾ എൻഡർ 3നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല 3D പ്രിൻ്ററാണ്. ഇതിനകത്തുള്ളതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങളിപ്പോൾ 3D പ്രിൻറ്റിങ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അധികം ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിൽ ഈ എൻഡർ 3 തന്നെ വാങ്ങിയാൽ മതി. ഇപ്പോൾ ഈ 3 3D പ്രിൻ്ററിലും സെയിം ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പ്രൈസ് കുറഞ്ഞ 3D പ്രിൻ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കുറവായിരിക്കും എന്നുള്ള ഫീലോ ഒരിക്കലും വേണ്ട. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ആദ്യത്തെ 3D പ്രിൻ്ററും എൻഡർ 3 തന്നെയായിരുന്നു. ഇത്ര നാളെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 3D പ്രിൻ്ററും എൻഡർ 3 തന്നെയാണ്. പിന്നെ ഞാൻ ഇതുമ്പോൾ കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റോക്കായിട്ടുള്ള 3D പ്രിൻ്ററിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക്സൊക്കെ ഞാൻ വേറൊരു സെപ്പറേറ്റ് ബോക്സിലും, പിന്നെ അതുപോലെ തന്നെ ഒരു ഫുൾ മെറ്റൽ ബോൺടെക്കിൻ്റെ BMG എക്സ്ട്രൂഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കണത്. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ABS പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ 2 എൻഡർ 3 കൂടി വാങ്ങിയേക്കണത് 3D പ്രിൻറ്റിങ് ഫാമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ABS പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ഹീറ്റഡ് ചേമ്പറിൽ വെക്കണം. എന്നാലാണ് നമുക്ക് ABS കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നോർമലി പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് PLA അങ്ങനത്തെ പ്ലാസ്റ്റിക്കൊക്കെയാണ്. അപ്പോൾ അതിനൊന്നും ഇങ്ങനത്തെ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്തത് എൻഡർ 3 മാക്സ് ആണ്. അപ്പോൾ ആരൊക്കെ ഈ എൻഡർ 3 മാക്സിലേക്ക് നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബിൽഡ് ഏരിയ വേണ്ടത്, അതായത് കൂടുതൽ പ്രിൻ്റ് ഏരിയ വേണ്ടവർ മാത്രം ഈ എൻഡർ 3 മാക്സിലേക്ക് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എൻഡർ 3 എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്, ഇതിനകത്ത് ഫിലമെൻറ്റ് റൺ ഔട്ട് സെൻസറുണ്ട്. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഗ്ലാസ് ബെഡ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും. ഇനി ആരൊക്കെ എൻഡർ 6ലേക്ക് നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ സ്പീഡ് പ്രിൻറ്റിങ് ആവശ്യമുള്ളവർ, അതായത് സ്ഥിരം ഇങ്ങനെ പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ആ പാർട്സ് കിട്ടും. പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു വേറൊരു ഫീച്ചറാണ്, ഇതിനകത്ത് ടച്ച് ഡിസ്പ്ലേ ആണ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടി നാവിഗേറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാണാനും കുറച്ച് ലുക്കാണ്. ഇതിനകത്തൊരു എൻക്ലോഷറോ അക്രിലിക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഡോറും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. ഏകദേശം 42,000 രൂപയുടെ അടുത്തോളം റേറ്റ് വരും. പിന്നെ ഞാൻ ഈ എൻഡർ 6 പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 3D പ്രിൻറ്റിങ് ഫാം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം 7 എൻഡർ 3 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്ന് റിപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എൻഡർ 6 വാങ്ങിയത്. അതായത് ഞാൻ ഫുൾ ABS പ്ലാസ്റ്റിക്കിലാണ് 3D പ്രിൻറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഹീറ്റഡ് ചേമ്പർ ആക്കണം. ഫുൾ എൻക്ലോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ABS പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം 70 ഡിഗ്രി അതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. പിന്നെ വേറെ കുറച്ച് എക്സ്പെരിമെൻറ്റും കൂടി ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിത് ഫുള്ളി മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതും കൂടി ആഡ് ചെയ്യാൻ നോക്കുന്നത്, ഇതൊരു ഫുൾ ഓട്ടോമാറ്റിക് പാർട്സ് ഇജക്ഷൻ. അതായത് നമ്മൾ 3D പ്രിൻ്റർ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട് 3D പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം വേറൊരു സ്റ്റെപ്പർ മോട്ടറും വേറൊരു ആമും വെച്ചിട്ട് ആ പാർട്ട് തള്ളി പുറത്തേക്ക് ഇടും.
അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അത് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം.